നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾ ആകാശച്ചുഴിയിൽപ്പെടുന്നത് ഇപ്പോൾ നിരന്തര സംഭവമായി മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് ആകാശച്ചുഴിയിൽപ്പെട്ടത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടൽ ഉളവാക്കിയ സംഭവമായിരുന്നു. ഇതിനു പിന്നാലെ പുതിയൊരു ആശങ്ക കൂടി ഉടലെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വിമാനങ്ങൾ ആകാശച്ചുഴിയിൽ പെടുന്നത് ഒരു തുടർക്കഥയാവുകയാണോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. സിംഗപ്പൂർ എയർലൈൻസ് ആകാശച്ചുഴിയിൽപ്പെട്ട ആ ഒരു സംഭവത്തിന് പിന്നാലെ മറ്റൊരു വിമാനം കൂടി ആകാശച്ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. ഏത് വിമാനമാണ് ആകാശച്ചുഴിയിൽപ്പെട്ടത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. മാത്രമല്ല, ഈ ആകാശച്ചുഴിയിൽ എയർലൈൻസ് അകപ്പെട്ടതിന് പിന്നാലെ തീരുമാനങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് സിംഗപ്പൂർ എയർലൈൻസ്. ആ വിവരവും വിശദമായി നോക്കാം. ഖത്തർ എയർവേസിന്റെ QR017 എന്ന ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിലാണ് സംഭവം നടന്നത്. 6 യാത്രക്കാർക്കും 6 ജീവനക്കാർക്കും പരിക്കേറ്റതായി ഡബ്ലിൻ എയർപോർട്ട് എക്സിലൂടെ അറിയിച്ചു. തുർക്കിക്ക് മുകളിലൂടെ പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്നും അധികൃതർ അറിയിച്ചു. 6 യാത്രക്കാർക്കും 6 ജീവനക്കാർക്കുമാണ് പരിക്കേറ്റതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് ഡബ്ലിൻ എയർപോർട്ടാണ് എക്സിലൂടെ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. എന്തായാലും ഖത്തർ എയർവേസും സമാന അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആകാശച്ചുഴിയിൽപ്പെട്ട വിമാനത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മെയ് 20-നായിരുന്നു ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് സർവീസ് നടത്തിയ സിംഗപ്പൂർ എയർലൈൻസ് ആകാശച്ചുഴിയിൽപ്പെട്ടത്. ഒരു യാത്രക്കാരൻ മരിച്ചിരുന്നു. 60ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അപകട സാഹചര്യത്തെ തുടർന്ന് വിമാനം ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരുന്നു. സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടുണ്ടായ അപകടം അത് അക്ഷരാർത്ഥത്തിൽ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരെയും നടുക്കിയ ഒന്ന് തന്നെയായിരുന്നു. 30-ലധികം പേർക്കാണ് പരിക്കേറ്റത്. സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോയിങ് 777-300ER വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് വിമാനം ബാങ്കോക്കിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയുണ്ടായി. ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ആകാശച്ചുഴിയിൽ അകപ്പെട്ടു പോയത്. തായ്ലൻഡിനടുത്ത് എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. 3 മിനിറ്റിനുള്ളിൽ വിമാനം ഏകദേശം 37,000 അടി ഉയരത്തിൽ നിന്ന് 31,000 അടിയിലേക്ക് താഴുകയായിരുന്നു. 10 മിനിറ്റോളം കുത്തനെ നിന്നു. വിമാനത്തിന് വലിയ കുലുക്കവും ഉണ്ടായി. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇരുന്നവർ അപകടത്തിൽപ്പെട്ടു. അപകടത്തെ തുടർന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഇത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അപകടത്തിൽ പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രിയിൽ അടക്കം ചികിത്സ തേടിയിരുന്നു. 211 യാത്രക്കാരും 18 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും എല്ലാ സഹായവും നൽകുന്നതിനാണ് മുൻഗണനയെന്ന് സിംഗപ്പൂർ എയർലൈൻസ് അധികൃതർ അറിയിച്ചിരുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ തായ്ലൻഡിലെ പ്രാദേശിക അധികാരികളുമായി തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ അധികൃതർ അറിയിച്ചതാണ്. അതേസമയം ആകാശച്ചുഴിയിൽപ്പെട്ട് യാത്രാ വിമാനം ആടിയുലഞ്ഞ് യാത്രക്കാരൻ മരിച്ച സംഭവത്തിന് പിന്നാലെ സീറ്റ് ബെൽറ്റ് പോളിസി കർശനമാക്കി സിംഗപ്പൂർ എയർലൈൻസ്. അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ 43 യാത്രക്കാർ ഇപ്പോഴും ചികിത്സയിലാണ്. സുഷ്മുന നാഡിക്ക് ഉൾപ്പെടെ പരിക്കേറ്റവരാണ് ബാങ്കോക്കിലെ വിവിധ ആശുപത്രികളിൽ തുടരുന്നത്. പരിക്കേറ്റവരിൽ പകുതിയിലധികം പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഇതിനു പിന്നാലെയാണ് യാത്രക്കാർക്കുള്ള സീറ്റ് ബെൽറ്റ് പോളിസി സിംഗപ്പൂർ എയർലൈൻസ് കർശനമാക്കിയത്.